ഇൻ്റർവ്യൂ പണ്ട് മുതലേ ഒരു പേടിയുള്ള സംഭവമായിരുന്നു. ഇത്തവണത്തെ ഇൻ്റർവ്യൂ ഒരു അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സ്റ്റൈൽ ഓഫ് അപ്രോച്ച് അല്ല, ഒരു പ്രൊഫഷണൽ സ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ വരിക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വരുമ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. In today's session, I am pleased to introduce the BIM students who have successfully completed their training and now placed in a top MNC company in Cochin. സോ അവരുടെ BIM ജേണിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ ചാലഞ്ചസ്, എങ്ങനെയായിരുന്നു അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് മിസ്സബ്. ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അതിനു മുമ്പേ ഡിപ്ലോമ ഓട്ടോമൊബൈലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ BIM ഡിപ്ലോമ ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ ജോബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതോ ഡയറക്റ്റ് BIMലേക്ക്? ഇങ്ങനെ BIM സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? BIM ആദ്യമായി കേൾക്കുന്നത് കോളേജിൽ വെച്ചാണ്. അവിടെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അറിഞ്ഞു. പിന്നീട് AECയിൽ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറ്റർഡേ വർക്ക്ഷോപ്പിൽ. ഓക്കെ. അവിടെ നിന്ന് പിന്നീട് അവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ ജോയിൻ ചെയ്തു, കോഴ്സ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു, പ്ലേസ്ഡ് ആയി, വെരി ഹാപ്പിയാണ്. അപ്പോൾ എങ്ങനെ വീട്ടുകാരുടെയൊക്കെ അഭിപ്രായം എന്താണ്? വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് BIM സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കും അറിയുന്നുണ്ടായിരുന്നോ? എങ്ങനെയാണ് അവർ സപ്പോർട്ടീവ് ആയിരുന്നോ? അവർക്ക് ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ഡിസൈൻ ഫീൽഡ് അല്ലാത്തൊരു ഡിസൈൻ ഫീൽഡ് തന്നെ പഠിക്കാതെ കൊണ്ട് തന്നെ ഒരു ഇതിലൂടെ എടുക്കും തോറും BIMനെ പറ്റി അധികം ഒരു അവയർനെസ് പൊതുവേ ഇവൻ ഗ്രാജുവേറ്റ്സിനും ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ പാരൻസിനും അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ അവർ വെരി ഹാപ്പിയാണ്. നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നായിരുന്നു? അത് കോഴ്സും ജോയിൻ ചെയ്ത ശേഷം BIM പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും ഫിയർ ഫാക്ടറോ അല്ലെങ്കിൽ ചാലഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? തുടക്കത്തിലെ ഫസ്റ്റ് വീക്കുകൾ ഇത് പഠിച്ച് കഴിയുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താ കാരണം അത് അങ്ങനെ തോന്നാൻ കാരണം? ഫസ്റ്റ് തന്നെ ഒരു തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെയ്ത് തുടങ്ങാൻ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷെ പിന്നീട് നല്ല ഗൈഡൻസും സാർമാരുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലാതെ. അതെ, പൊതുവേ നമ്മൾ കാണുന്നത് ഒരു അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സ്റ്റൈൽ ഓഫ് അപ്രോച്ച് അല്ല, ഒരു പ്രൊഫഷണൽ സ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ വരിക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വരുമ്പോൾ ആൾക്കാർ എപ്പോഴും ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. പക്ഷേ 15-20 ഡേയ്സിൽ അത് തീരും. അതിൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് അതിലേക്ക് മെർജ് ചെയ്ത് വരിക എന്നുള്ളതിൻ്റെ തന്നെ ആയിരുന്നു പ്രയാസം ഉണ്ടായത്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ACF സ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്താണ്? ആക്ച്വലി സാർമാർ ഭയങ്കര ഫ്രണ്ട്ലി. നമുക്ക് എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചാലൊക്കെ എല്ലാത്തിനും സപ്പോർട്ടും എല്ലാം പറഞ്ഞിരുന്നു. അതിനിപ്പോൾ ക്ലാസ് ടൈം അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിൽ പോയിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാലും എപ്പോൾ ഏത് സമയത്താണെങ്കിലും സപ്പോർട്ടീവാണ്. കാരണം പാഷനേറ്റ് ഒരു ടീം തന്നെയാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തപ്പോൾ എന്താണ് അവിടെ ഡിഫറൻസ് വന്നത്? കോഴ്സ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് ചെയ്യണു. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്ട്രെങ്ത് എന്താണ്? ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം വർക്ക് എനിക്ക് പഠിച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കോഴ്സിൽ നമ്മൾ വെറും പഠിപ്പിക്കുക മാത്രമല്ല, നമ്മൾ ഓരോരോ എന്താ പറയുക സിലബസ് ഉണ്ട്. ലൈക്ക് മോക്കപ്പ് ഉണ്ടായിരുന്നു, മാനേജ് സെഷൻസ് ഉണ്ടായിരുന്നു, ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണും? ഇതൊക്കെ ബെനിഫിറ്റ് ആയോ? തീർച്ചയായിട്ടും മോക്കപ്പ് എനിക്ക് ഇൻ്റർവ്യൂവിൽ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ പണ്ട് മുതലേ ഒരു പേടിയുള്ള സംഭവമായിരുന്നു. ഇത്തവണത്തെ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ജോബ് തന്നെ പെട്ടെന്ന് കിട്ടുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ടൂർ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ടൂർ ടെസ്റ്റും എളുപ്പമായിരുന്നു. കാരണം ഇവിടെ പഠിപ്പിച്ച അതേ സമ്മതങ്ങളിലായിരുന്നു വരക്കാനും ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരക്കാൻ കഴിഞ്ഞു, എളുപ്പമുള്ള. ഏത് ഡിസിപ്ലിനാണ് തന്നിട്ടുണ്ടായിരുന്നു? HVAC തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര മണിക്കൂറിൻ്റെ 1 or 2 hour? 1-2 hour ടൈം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ വരച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജോബിൽ ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ട്? ഏകദേശം. അപ്പോൾ എന്തായാലും ഇവിടെ ജോയിൻ ചെയ്തത് വളരെ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും അഡ്വൈസോ വല്ലതും ഉണ്ടോ നമ്മുടെ സൈഡിൽ നിന്ന്? എങ്ങനെയാണ് ഇതിനെ പഠിക്കുന്നത്? കാരണം ഇപ്പോൾ നിങ്ങൾ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഫിയർ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് കൂടെ കടന്നു പോയ ജേണി ഉണ്ടല്ലോ, ലേണിംഗ് ജേണി ഉണ്ടല്ലോ. ആ ജേണിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയാനുള്ള എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? BIM കരുതുന്ന പോലെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് 2 വീക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് പഠിച്ചെടുത്ത് കഴിയുമെന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഒരുപാട് ഫീസ് കണ്ടിട്ട് ചേരാതിരിക്കാം. കാരണം ഫീസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. നമുക്കൊരു ഗ്രോത്തിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. അതായത് നമ്മൾ സാലറി നല്ലൊരു സാലറി 20 above സാലറി ഉണ്ട്, 20,000 സാലറി മുകളിലുണ്ട്. പൊതുവേ കാണുന്നത് നമ്മൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനൊരു ടെൻഡൻസി വളരെ കുറവായിരിക്കും, പേടിയൊക്കെ കാരണം കൊണ്ട് പല സ്ഥലത്തും.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫുള്ളായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഇൻറ്റേൺഷിപ്പ് നന്നായിട്ട് തീർക്കാനൊക്കെ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? അത് നമ്മുടെ മെൻറ്ററിൻ്റെ സപ്പോർട്ട് തന്നെയായിരുന്നു. എല്ലാ കാര്യത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടും എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് സ്റ്റക്ക് ആവുന്നതും ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടും എല്ലാ രീതിയിലും ഇവിടെ നല്ല സ്പേസ്, അതായത് വർക്ക് സ്പേസ് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാച്ച് മേറ്റ്സ് എല്ലാവരും ഒരുമിച്ച് തന്നെ താമസിച്ച് തന്നെ അത് അറ്റൻഡ് ചെയ്തു? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു വീടെടുത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇരുന്ന് ചെയ്തിരുന്നത്. അത് വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും മറ്റൊരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ. അതെ, അത് തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. ടീം സ്പിരിറ്റാണ് വേണ്ടത് അവിടെ. പിന്നെ നിങ്ങളുടെ ബാച്ചിൻ്റെ ഒരു ഗുണം കണ്ടത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് പിടിച്ചെടുക്കണം, മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു പാഷനേറ്റ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് താല്പര്യം ഉണ്ടാവും. നിങ്ങളെപ്പോൾ ഒരു അപ്രോച്ച് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനും മോൾഡ് ചെയ്യാനൊക്കെ ടെൻഡൻസി ഉണ്ടാവുക. മിസ്, അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും കോഴ്സ് കഴിഞ്ഞ ശേഷം എന്താണ് കാണുന്ന ഒരു ഡിഫറൻസ്? ആക്ച്വലി എന്തായിരുന്നു ഒരു ഗെയിൻ? എനിക്ക് കുറച്ചുകൂടി കുറച്ചൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരിലും സാധാരണ എല്ലാത്തിലും ഭയങ്കര പേടി ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ മാറി കിട്ടിയാൽ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഏത് കാര്യം പ്രൊഫഷണലി നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അപ്പാർട്ട് ഫ്രം ലൈക്ക് ടൂൾ ബിം വർക്ക് ഫ്ലോ ഒക്കെ അറിയണതിന് ഉപരി ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റും കൂടി അവിടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി അവിടെ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. നമ്മുടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, അല്ലാണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് വിടുക എന്നുള്ളതല്ല. നമുക്ക് വീണ്ടും ഇപ്പം ടെക്നിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളായിട്ട് സമീപിക്കാം. എനിവേ, എന്തായാലും നല്ലൊരു കരിയർ കിട്ടട്ടെ. ഇനി അവിടെയും ഫ്യൂച്ചർ കുറച്ചും കൂടി വരുന്നു വരട്ടെ എന്നുള്ളത് വിഷ് ചെയ്തുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയർ.